Hello everyone, welcome back to my YouTube channel. ഇന്ന് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് എനിക്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആയിട്ട് എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓരോരുത്തരായി എനിക്ക് ഇൻഡിവിജ്വലായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പേജ് ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ വീഡിയോസൊക്കെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തുകൂടാ എന്ന് തോന്നി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഒരിക്കലും മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല നോക്കുന്നത്. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് ടെൻഷൻ അടിച്ചല്ല കാണേണ്ടത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ഈ വീഡിയോസ് കാണേണ്ടത്. ഞാൻ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് നേരത്തെ എഫേർട്ട് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് 100% എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താണ് തിരിച്ചു ചെയ്യേണ്ടത്? നിങ്ങളും അതേ എഫേർട്ട് തിരിച്ചും കാണിക്കണം. അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക്സ് തരും, അത് നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവോ, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഒന്നും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പറ്റുന്ന പോലെ ആൻസർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ഉടനീളം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും മലയാളം ടു ഇംഗ്ലീഷ് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടുവരുമ്പോൾ, ഓരോ വീഡിയോസ് കണ്ടുവരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. റോട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ അറിയാതെ ആരെങ്കിലും ഒന്ന് തട്ടി, നമ്മളപ്പോൾ പറയും സോറി എന്ന് പറയും. ഇനി ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണ്, അപ്പോൾ നമ്മൾ പറയും വിഷിംഗ് യു വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നെങ്കിലും പറയില്ല നമ്മൾ. ഇനി ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ചോക്ലേറ്റ് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും താങ്ക് യു എന്ന് പറയും. ഇനി രാത്രി ഉറങ്ങാൻ പോവാണ്, എന്തായിരിക്കും നമ്മൾ പറയാ? ഗുഡ് നൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഈ വേർഡ്സ് ഒന്നും അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? ഈ വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റായിട്ട് ഏത് സിറ്റുവേഷനിലാണ് ഏത് വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ആ സമയത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ വായിലല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ആ വേർഡ്സ് വരുന്നത് എവിടെയാണ്? നമ്മുടെ മൈൻഡിലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പല സിറ്റുവേഷനിൽ ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകളും കുറച്ച് സെൻറ്റൻസുകളും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സന്ദർഭത്തിലും ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. നമ്മൾ ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് അക്ഷരമാല ഉണ്ടല്ലേ, അതുപോലെ ഇംഗ്ലീഷിലുണ്ട് അക്ഷരമാല. നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ആൽഫബറ്റ് എന്ന് പറയും. ആൽഫബറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അത് ഏതൊക്കെയാണ്? അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ABCD അങ്ങനെ പോയി Z വരെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഇംഗ്ലീഷിലെ 26 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് ABCD അല്ലേ? അപ്പോൾ ഈ ABCD എന്നൊക്കെ പറയുന്നത് ഈ ഓരോ ലെറ്റേഴ്സിൻ്റെയും പേരുകളാണ്. എന്നാൽ ഈ ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായ സൗണ്ടുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ B എന്നുള്ള ലെറ്റർ അതിൻ്റെ സൗണ്ട് എന്താണ്? ബ എന്നാണ്. A എന്നുള്ള ലെറ്റർ ആ എന്നാണ് സൗണ്ട് വരുന്നത്. ഇനി T എന്നുള്ള ലെറ്റർ ഠ. അപ്പോൾ ഈ 3 സൗണ്ടും കൂടി ചേരുമ്പോൾ നമുക്കൊരു വേർഡായിട്ട് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ഏത് വേർഡാണ്? ബിയും എയും ടിയും ഫോം ചെയ്യുമ്പോൾ എന്തായി?
ബാറ്റ് എന്നുള്ള വേർഡ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു വേർഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സൗണ്ട്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 3 സൗണ്ടുകളാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്, അപ്പോഴാണ് എന്ത് ഫോം ചെയ്തത്? ഒരു വേർഡ് ഫോം ചെയ്തത്. നമ്മൾ ഒരു വേർഡ് എഴുതി, അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു വേർഡ് എഴുതി, വീണ്ടും വേർഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇങ്ങനെ വേർഡ്സ് ഫോം ചെയ്ത് നമ്മൾ വേർഡിന്റെ കൂടെ വേർഡ് വീണ്ടും വേർഡ് ആഡ് ചെയ്യുമ്പോൾ എന്തായി? അതൊരു സെന്റൻസ് ആയി മാറും. പക്ഷെ അത് സെന്റൻസ് ആവണമെങ്കിൽ നമ്മളൊരു കാര്യം ഉറപ്പ് വരുത്തണം, നമ്മൾ ആ സെന്റൻസിന് ഒരു മീനിങ് കൊടുക്കണം, അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ ഇനി വേർഡ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സൗണ്ട്സ് ആണ് എന്ന് മനസ്സിലായി. അപ്പൊ സെന്റൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സൗണ്ട്സ് തന്നെയാണ്. അതായത് നമ്മളൊരു വേർഡ് ആഡ് ചെയ്തു, പിന്നെയും വേർഡ് ആഡ് ചെയ്തു, അങ്ങനെ ആക്കി നമ്മളൊരു മീനിങ് ഫുൾ സെന്റൻസ് ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സെന്റൻസ് ഫോം ചെയ്ത് നമ്മൾ സെന്റൻസുകളെ എത്ര എണ്ണം ആഡ് ചെയ്യണം? ഇപ്പൊ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ അതിന് ആഡ് ഓൺ ആയി നെക്സ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞു, വീണ്ടും ഒരു സെന്റൻസ് ഫോം ചെയ്താൽ അത് എന്തായെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇംഗ്ലീഷ് ഭാഷ തന്നെയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വാക്കുകൾ ആലോചിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഹോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഹാർഡായി എന്നുള്ളൊരു തോട്ട് തന്നെ മാറ്റി വെക്കുക. നമ്മൾ വെറും വാക്കുകൾ പഠിച്ചാൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു കഴിയും. മനസ്സിലായോ? സോ ആർ യു ഗൈസ് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് മീ? യെസ് ഓർ നോ? ഈസ് ഇറ്റ് യെസ്? യെസ്, ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ് ടുഗെദർ ആൻഡ് പ്രാക്ടീസ് ടുഗെദർ. ഇനി നമുക്ക് സെന്റൻസ് എങ്ങനെയാ ഫോം ചെയ്യാന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സെന്റൻസ് ഫോം ചെയ്യാ എന്ന് പറയുമ്പോൾ ചില റൂൾസ് ഒക്കെ ഇല്ലേന്ന് ഓർക്കുന്നുണ്ടാവും. ചെറിയ റൂൾസ് ഒക്കെ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു സെന്റൻസിൽ മിക്ക സമയത്ത് നമ്മൾ പല ആളുകളെ കുറിച്ചായിരിക്കും നമ്മൾ പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പെൺകുട്ടീനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുക, ഒരു ഗേളിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഷീ എന്ന് വെച്ചാൽ പറയാം. അപ്പൊ ഷീ ഈസ് വെരി സ്മാർട്ട് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഷീ ഈസ് പ്രിറ്റി എന്ന് പറയാൻ പറ്റും, വളരെ സുന്ദരിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഷീ എന്നാണ് പറഞ്ഞത്. ഇനി ഇത് മറിച്ച് ഒരു ആൺകുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹീ എന്നാണ് പറയാം. അപ്പോൾ ഹീസ് ഇന്റലിജന്റ് അല്ലെങ്കിൽ ഹീസ് സ്റ്റഡിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഷീ എന്ന് മനസ്സിലാക്കി, ഹീ എന്ന് മനസ്സിലാക്കി. ഇനി എനിക്ക് എന്നെ കുറിച്ച് പറയണം, അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ, ഞാൻ പറയും ഐ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ പറയണമെങ്കിൽ എങ്ങനെ പറയേണ്ടത്? ഐ വെച്ചാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ പറയും ഐ എം ടീച്ചിങ് അല്ലെങ്കിൽ ഐ എം എ ടീച്ചർ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? യു എന്നാണ് പറയാ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും യു ആർ വെരി സ്മാർട്ട്, യു ലുക്ക് പ്രിറ്റി, യു ലുക്ക് ടയർഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഞാനും നിങ്ങളും എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനാണ്, അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി. നമ്മളെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യാ? വി എന്ന് പറയും. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ the party, we are going to our friend's house, we are going for dinner tonight എന്നൊക്കെ നമുക്ക് സെന്റൻസിൽ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് അവരെ കുറിച്ച് പറയണം, അതായത് ആ ഗ്രൂപ്പിനെ ഫുള്ളായി പറയണം. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ദേ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഹി, ഷീ, ഐ, യു, വി, ദേ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇത് ആരും മറക്കാൻ പാടില്ല. അപ്പോൾ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ എത്ര തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ വേൾഡിലെ എല്ലാവരും 2 തരത്തിലുള്ള സെന്റൻസുകൾ മാത്രമാണ് പറയുക. ഏതൊക്കെയാണത്? ഒരെണ്ണം വേർബ്സ് ഉള്ള സെന്റൻസുകൾ, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രവൃത്തി കാണാൻ പറ്റും. അപ്പൊ ഇവിടെ വേർബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓടുക, ചാടുക, കളിക്കുക, പഠിക്കുക, നിൽക്കുക, ഇരിക്കുക എന്നുള്ളതൊക്കെ ഈ വേർഡ്സ് ഒക്കെ എന്താണ്? വേർബ്സ് ആണ്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനത്തെ ഓരോ വേർഡുകൾ നമുക്ക് ഒരു സെന്റൻസിൽ കാണാൻ പറ്റും. ഇനി ചില സെന്റൻസുകളുണ്ട്, നമ്മൾ ഒരാളെ വളരെ സന്തോഷത്തോടു കൂടി കണ്ടാൽ നമ്മൾ പറയും ഹി ഈസ് ഹാപ്പി, അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി കണ്ടാൽ നമ്മൾ പറയും ഹി ഈസ് സാഡ്, ഇറ്റ് ഈസ് ഡെലീഷ്യസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഉള്ള സെന്റൻസുകൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചത്? ഇതില് നമുക്ക് ഒറ്റ നോട്ടത്തില് ഒരു വേർബ് കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെ സെന്റൻസുകളിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു വേർബ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്? ഇംഗ്ലീഷിൽ 2 ടൈപ്സ് ഓഫ് സെന്റൻസുകളുണ്ട്. ഒരെണ്ണം വേർബ്സ് ഉള്ള സെന്റൻസുകൾ, മറ്റേതോ വേർബ്സ് വിസിബിൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് സെന്റൻസുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സബ്ജക്റ്റ് എന്നാണ്.
അപ്പൊ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ബിലീവ് യു എന്നുള്ളൊരു സെന്റൻസ്, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഞാനാണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ബിലീവ് എന്നുള്ളതാണ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഒബ്ജക്റ്റ് എന്താണ്? യു. ആരെയാണോ ആ വിശ്വസിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ വേർബിൽ നിന്ന് ആർക്കാണ് എഫക്റ്റ് ഉള്ളത് അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്ട്സ് എന്താവാം? ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അതൊന്നില്ലെങ്കിൽ ഹി ആവാം, അവനെ കുറിച്ച് പറയുമ്പോൾ ഹി, ഷീ, ഐ, യു, വി, ദേ. അതിൻ്റെ ഒപ്പം തന്നെ ഇറ്റും കൂടി ഉണ്ടാവും. ഇറ്റും നമ്മൾ ഇപ്പോഴേ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഐഡിയാസ് പറയാൻ, അതുപോലെ തന്നെ ആനിമൽസിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയാനൊക്കെ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരും ആവാം. ഓക്കെ, അവിടെ നെയിംസും വരാം. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ വേർബ്സ് വിസിബിൾ അല്ലാത്ത സെന്റൻസുകളെ എങ്ങനെ ഫോം ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എന്തായെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ആദ്യം എഴുതും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താ നമ്മൾ എഴുതുക? വേർബാണ്. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതിൽ ക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേർബ്സ് വിസിബിൾ ആയിട്ട് ഇല്ലാത്ത സെന്റൻസുകളിൽ നമ്മൾ എന്താ എഴുതുക? അപ്പോൾ ഇവിടെ ശരിക്കും ബി എന്നുള്ള വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബി എന്ന് അങ്ങനെ തന്നെയല്ല എഴുതുന്നത്, ബിയുടെ ഡിഫറെന്റ് ഫോംസ് ആണ് എഴുതുക. അപ്പൊ ബിയുടെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വെർ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈസ്, ആം, ആർ, വാസ്, വെർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേർബ്സ് വിസിബിൾ അല്ലാത്ത സെന്റൻസുകൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങനത്തെ സെന്റൻസുകൾ നമുക്ക് കണ്ടീഷനാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെയോ ഒരു ആളുടെയോ അവസ്ഥയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാളെ വളരെ സന്തോഷവാനായിട്ട് കാണാന്ന് വിചാരിക്കും. നമ്മൾ പറയും ഹിസ് ഹാപ്പി എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വേർബ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഹിസ് ഹാപ്പി എന്ന് പറയും. ഇനി ഷീസ് സാഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഷീസ് സാഡ് എന്ന് പറഞ്ഞാൽ അവൾ ദുഃഖിതയാണ് എന്നാണ്. ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് കാര്യമാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഷീസ് ആൻ ആർട്ടിസ്റ്റ്, ഹീസ് ആൻ എഞ്ചിനീയർ, ഷീസ് എ ഡോക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകൾ ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? യു ആർ ലക്കി, വി ആർ ടയർഡ്, ദേ ആർ ഫണ്ണി, ഐ ആം ഹംഗ്രി. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ നമ്മൾ ഏത് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തത്? ഈസ്, ആം, ആർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ വാസും വേറും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വാസ് ആൻഡ് വേർ ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കിക്കോ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. മനസ്സിലായോ? ഇപ്പൊ അവൻ സന്തോഷവാനായിരുന്നു എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാം? ഹി വാസ് ഹാപ്പി, ഷീ വാസ് സാഡ്, അല്ലെങ്കിൽ ദേ വർ ടയർഡ്. അങ്ങനെയാണ് നമ്മൾ പറയുക. വി വർ ഹാപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകളാണ് നമുക്കൊരു മെയിൻ വേർബ് കാണാൻ പറ്റാത്ത സെന്റൻസുകൾ. മനസ്സിലായോ? എന്നാൽ ഈസ്, ആം, ആർ ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാസും വേറും കണ്ടു കഴിഞ്ഞാലോ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വേർഡ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ ഈ ഓരോ വേർഡ്സും ഏത് സബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ആം പറയാം. അപ്പൊ ആം നമ്മൾ എപ്പോഴും ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യുക. അതായത് വേർബ്സ് വിസിബിൾ അല്ലാത്ത സെന്റൻസുകളിൽ ആം നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഐ എം എ ഡോക്ടർ അല്ലെങ്കിൽ ഐ എം എൻ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഐയുടെ കൂടെ എന്താണ്? ആം ആണ് എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഐയുടെയും ആമിന്റെയും കോമ്പിനേഷൻ ഒരിക്കലും മാറില്ല. ഓക്കെ, നമുക്ക് കപ്പയും മീൻകറിയില്ലേ, അതുപോലെ തന്നെ പുട്ടും കടലയും ഒക്കെ ഇല്ലേ, അപ്പൊ അവരുടെ കോമ്പിനേഷൻ അത്രയും സ്ട്രോങ് ആണ്, വളരെ ഡെലീഷ്യസ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഇവരും അത് ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ഒരിക്കലും സെപ്പറേറ്റ് ആവില്ല. ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്തെങ്കിലും ഒരു അവസ്ഥ പറയാൻ, ഐ എം ടയർഡ്, ഐ എം സിക്ക്, ഇങ്ങനത്തെ ഒക്കെ സെന്റൻസുകൾ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ എപ്പോഴാണ് ഈസി യൂസ് ചെയ്യാന്ന് അറിയോ? നമുക്ക് ഹി ഓർ ഷീ സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഈസി യൂസ് ചെയ്യാം. അതായത് ഹി, ഷീ എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയാണ് പറയുന്നത്, അവനും അവളെയാണ് പറയുന്നത്. അവർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അവർ സിംഗിൾ ആണ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ എന്താ നമ്മൾ യൂസ് ചെയ്യുക? ഈസ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് സബ്ജക്റ്റ് ആയി വരുമ്പോഴും നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക.
എന്നാ സബ്ജക്ട്സ് ആയി യു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ എന്ന് പറയാം, എനിക്ക് നിങ്ങളെന്നും അർത്ഥം പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരാളെ പറയാം, അല്ലെങ്കിൽ കുറച്ച് ക്രൗഡിനെ നമുക്ക് പറയാൻ പറ്റില്ല, യു എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റും യു എന്നുള്ള വാക്ക് പ്ലൂറലാണ്. അതായത് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട്, മനസ്സിലായോ? അപ്പൊ യുവിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ യു, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയുള്ളത്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്? വി, നമ്മൾ എന്ന് പറഞ്ഞു, ദേ, അവർ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ പഠിച്ചു പോയ കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ സബ്ജക്ട്സ് വരുമ്പോൾ, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ആർ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചു ഐ വരുമ്പോൾ ആം, ഷീ, ഹി വരുമ്പോൾ എന്താ യൂസ് ചെയ്യാം? ഈസ് ആണ്. യു, വി, ദേ വരുമ്പോൾ ആർ യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ വാസും വേറെ എപ്പോഴാണ് യൂസ് ചെയ്യുക? വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്ട്സിന്റെ ഒപ്പം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ആയിരുന്നു എന്ന് പറയാൻ, പക്ഷെ നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ ഒപ്പം യൂസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ഹി, ഷീ, ഐ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്യും. പ്ലൂറൽ സബ്ജക്ട്സ് ആയ യു, വി, ദേ ഒക്കെ വരുമ്പോൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ വേർ യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ടീച്ചറെ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താലോ എന്ന് തോന്നുന്നുണ്ടാവും. നമുക്ക് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വേർഡ്സ് എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ നമുക്ക് ഈ വേർഡ്സിനൊക്കെ ഒരു സബ്ജക്റ്റ് കൊടുക്കാം. അപ്പൊ നടുക്കിൽ നമ്മൾ ഈസ്, ആം, ആർ, വാസ്, വെയർ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വേർഡിന് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഐ കൊടുക്കാം. നെക്സ്റ്റ് വേർഡിന് യു, അത് കഴിഞ്ഞ് ദേ കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു പേര്, റിൻറ്റു എന്നുള്ളൊരു പേര് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷീ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞാലോ ഹി എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പേര്, റാണി എന്നുള്ളൊരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വി സബ്ജക്റ്റ് ആയി കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് വേഗം തന്നെ പറഞ്ഞു നോക്കിയാലോ? എങ്ങനെയാ നമ്മൾ പറയാം? ആദ്യത്തെ സെന്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഐ എം ഹാപ്പി എന്ന് പറയും. സെക്കൻഡ് സെന്റൻസ് എങ്ങനെ നമ്മൾ പറയും? യു ആർ പ്രിറ്റി എന്ന് പറയും. തേർഡ് സെന്റൻസോ ദേ ആർ ടയർഡ്, അല്ലെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് കൂടി ഫോം ചെയ്യാൻ പറ്റും. ഏതാണ്? ദേ വർ ടയർഡ് എന്ന് പറയും. നെക്സ്റ്റ് സെന്റൻസ് പറഞ്ഞു നോക്കാം. റിൻറ്റു വാസ് സാഡ് എന്ന് പറയും. ഇനി ഷീ ഈസ് സിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷീ വാസ് സിക്ക് എന്നും പറയാം. നെക്സ്റ്റ് സെന്റൻസ് എങ്ങനെ പറയും? ഹി ഈസ് സ്മാർട്ട്, അല്ലെങ്കിൽ ഹി വാസ് സ്മാർട്ട് എന്ന് പറയാം. ഇനി റാണി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. നെക്സ്റ്റ് സെന്റൻസ് നമ്മൾ എങ്ങനെ പറയും? വി ആർ ഹിയർ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു വേർഡായി ബ്യൂട്ടിഫുൾ എന്നാണ് തരുന്നത് എന്ന് വിചാരിക്കേ. ഇപ്പം സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഷീ ആണ് തരുന്നത്. ഓക്കെ, ഷീയും തരാം, അതുപോലെ തന്നെ ഐയും തരാം. അപ്പോൾ ഐ ഡാഷ് ബ്യൂട്ടിഫുൾ, ഷീ ഡാഷ് ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ രണ്ട് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്ന്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കുറേ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.